ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് ഉപയോഗിച്ചുള്ള റെസിപ്പിയാണ്. ബ്രെഡ് പോളയാണ്. ബ്രെഡ് പോള എന്ന് പറയുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം അത് തനിയെ ഇരുന്ന് കുക്കായിക്കോളും. അപ്പോൾ ഇത് നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3 മീഡിയം വലിപ്പമുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6-7 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി മുട്ടയിൽ ചെയ്യാം, ചിക്കനിൽ ചെയ്യാം, ബീഫിൽ ചെയ്യാം, സോയ ചങ്ക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ, മുട്ട കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ സോയ ചങ്ക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എല്ലാം മാറ്റി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ചിക്കൻ ബ്രസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേവിച്ചിട്ട്. പിന്നെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ മതി എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫില്ലിങ്ങിനെല്ലാം വെളിച്ചെണ്ണ കുറവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏത് ഓയിലാണെങ്കിലും കുറവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, അതുപോലെ തന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനും കൂടിയാണ് ഉദ്ദേശിച്ച് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇതുപോലെ സവോള ചെറുതായിട്ട് മുറിച്ചാൽ വേഗം തന്നെ വഴന്ന് കിട്ടും. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി സവോള ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ടയാണ് ചേർക്കുന്നതെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിപ്പോഴല്ല, ഈ ഒരു മസാല റെഡിയാക്കിയതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് പോള തന്നെ നമുക്ക് സ്വീറ്റായിട്ടും ചെയ്യാം. സ്വീറ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഴം ചേർത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചിക്കനിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ മതിയെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർക്കുക, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട അത്യാവശ്യം ഒരു കാര്യമാണ് നമ്മുടെ മല്ലിയില. മല്ലിയില നമ്മളൊന്ന് അടുപ്പിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് 1 ലെയറാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 ലെയറോ 3 ലെയറോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ലെയർ കൂടുന്നതനുസരിച്ച് കുക്കിംഗ് ടൈം ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ വ്യത്യാസം ഉണ്ടാവും. ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് അതനുസരിച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു കാര്യം മാത്രമേ ഈ ഒരു ബ്രെഡ് പോളയിൽ ശ്രദ്ധിക്കാനുള്ളത്. സ്വീറ്റ് ആണെങ്കിലും സ്പൈസി ആണെങ്കിലും ഒക്കെ ആ ലെയർ കൂടുന്നതനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഇത്രയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ക്വാണ്ടിറ്റി ചേർക്കണം എന്നുള്ളത്. കൂടുതൽ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ചെക്ക് ചെയ്യാൻ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് പോള റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്നുള്ളത് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യുക. നമുക്കിനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ബാറ്റർ റെഡിയാക്കിയിട്ട് നമുക്ക് വേഗം തന്നെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മസാല ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ തന്നെ വേണമെന്നുള്ളൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു വിസ്ക് യൂസ് ചെയ്താലും മതി. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക.
ഞാൻ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മളൊരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് പാൽ ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. ആവശ്യത്തിന് ഉപ്പും, ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒന്നെല്ലാം കൂടി മിക്സായി കിട്ടാൻ എളുപ്പത്തിനാണ്. അപ്പോൾ നമ്മൾ പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കണം. നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് പരന്ന പാത്രത്തിലേക്കോ ബൗളിലേക്കോ ഒഴിച്ചു വയ്ക്കാന്ന് പറയുന്നത്. ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 8-10 പീസ് ബ്രെഡ് മതി. എൻ്റെ കയ്യിലുള്ള ബ്രെഡ് കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ സൈഡ്സ് മുഴുവൻ കട്ട് ചെയ്ത് വെച്ചത്. ബാക്കിയുള്ള ബ്രെഡ് എടുത്തിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് മുഴുവൻ യൂസ് ചെയ്യില്ല കേട്ടോ, നമുക്ക് ആവശ്യം വരുമ്പോൾ പിന്നെ എപ്പോഴും കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂട്ടി കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാനിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പാനിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെ വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിൻ്റെ അടിഭാഗത്തേക്ക് ബ്രെഡ് ഒന്ന് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. ഇത് നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര ബ്രെഡ് വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് വലിയ പാനാണെങ്കിൽ ബ്രെഡിൻ്റെ എണ്ണം കൂടുതൽ വരും. ഈ സൈഡും കൂടി കവർ ചെയ്ത് നിൽക്കണം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ. അതിനനുസരിച്ച് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ടാവണം. ഞാനിപ്പോൾ മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. ബ്രെഡ് കട്ട് ചെയ്ത് വയ്ക്കേണ്ടിടത്തൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഫില്ലിങ് വരുന്നത് ഈ ഒരു ഭാഗത്താണല്ലോ, അപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാനിൽ ബ്രെഡ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യമേ തന്നെ കൂടുതൽ മസാല ഇടരുത്, കുറച്ച് മസാല ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ പിന്നീട് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് ഒരു പൊടിക്ക് ഉപ്പും പൊടിക്ക് എരിവും കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴേ നമ്മുടെ ബ്രെഡിലേക്ക് ഈ മസാലയുടെ എരിവൊക്കെ പിടിച്ചു വരുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും മസാല ബാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ലെയറിന് ഇത്രയും മസാല മതി. ഇനി കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് തികയാതെ വരും. അപ്പോൾ ഈ ബാക്കി മസാല കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം, സമൂസ ഉണ്ടാക്കാം. കട്ട്ലറ്റിനേക്കാൾ നല്ലത് സമൂസ ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമ്മുടെ ബാറ്ററിൽ ബ്രെഡ് എടുക്കുക, ഡിപ്പ് ചെയ്യുക, കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ സൈഡൊക്കെ ഒന്ന് കവർ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം വെച്ച് നമ്മുടെ ഫില്ലിങ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കരുത്. ഒരു പാനിൻ്റെ മുകളിൽ, ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ ഏതായാലും കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പഴയ ദോശക്കല്ലാണ്, അതിൻ്റെ മുകളിലാണ് ഈ ഒരു പാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഈ പാൻ അടച്ചു വയ്ക്കാം. ഞാൻ ഈ പാൻ കുറേ മാസങ്ങളായിട്ട് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ അടപ്പിൽ വെളുത്ത പാടുകൾ വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ ചെയ്യാം. ഇതിവിടെ 20 മിനിറ്റ് ആവട്ടെ. ലോ ഫ്ലെയിം ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഞാൻ ഇനി ഇതൊന്ന് തിരിച്ച് അടുത്ത പാനിലേക്ക് മാറ്റാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് കുക്കാവാത്ത പോലെ ഇരിക്കുന്നില്ലേ, കുക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു നനവൊന്നും നമ്മുടെ കയ്യിലധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടണം ഈ ഒരു സൈഡ്. അതിനായിട്ട് ഞാൻ വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ പാനിലേക്കാണ് ഇത് മറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് റിസ്ക് എടുത്ത് ഇതുപോലൊന്ന് മറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിലൊരു 4 മിനിറ്റൊക്കെ മതി കേട്ടോ. ഈ ഒരു സൈഡ് കണ്ടോ നല്ല ഭംഗിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പരന്ന പാൻ എടുക്കുക എപ്പോഴും മറിക്കാനായിട്ട്. കുഴിവുള്ള പാൻ എടുക്കരുത്. കുഴിവുള്ള പാനാണെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇനി നമുക്ക്
ചെറിയ ബർണറിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് 4 മുതൽ 5 മിനിറ്റ് വരെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചായക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഒരു അപ്രീസിയേഷനൊക്കെ വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കരുത്. ചൂടൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യില്ലേ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക, കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണാം.